കോളറിലേക്ക് പോകാം. ഹലോ ഹലോ, ആരാണ് വിളിക്കുന്നത്? ചാലിയത്തുനിന്നാണ്. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാവോ? അയ്യോ, നമ്മളിങ്ങോട്ട് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടാവോ നിങ്ങൾക്ക് മറുപടി പറയാനായിട്ട്? ടി വി കൂട്ടി വെക്കും, കുറച്ചൊന്ന് കുറച്ച് വെക്കൂ. ആ മതി മതി. പേര് പറഞ്ഞില്ല. എന്റെ പേര് നേരിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കാരണം അന്ന് ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നു ക്യാമറയും കൊണ്ട്. സുധിയേട്ടന്റെ ഒരു എന്താ പറയാ ഒരു അനുജനെപ്പെട്ട ഒരാളാണ്. പേര് സുധിയേട്ടൻ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാകണ്ടോന്ന് അറിഞ്ഞൂടാ. സൗണ്ട് ക്ലിയർ പറയുന്നത്. എന്നാ സുധിയേട്ട ഒരു പാവം ചെറിയൊരു ക്യാമറമാനാണ് കേട്ടോ, നജീബ് എന്ന് പറയും. നജീബ് സൗണ്ട് ഒക്കെ മറ്റേ മമ്മൂട്ടിയുടെ ഗാംഭീര്യത്തിലാണ് ഇവിടെ വരുന്ന സൗണ്ട്. എനിക്ക് വീഡിയോ എന്താ പറയൂ. ആദ്യമായിട്ട് പറയട്ടെ, ഹാപ്പി വിഷു. ഓ സെയിം ടു യു. പിന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു ഞാൻ പറയാം, എല്ലാവർക്കും പറയാം. പിന്നെ ആദ്യം നമുക്ക് എല്ലാ റീജിയനിലോട് നമുക്ക് പറയാനുള്ളത്, എല്ലാവർക്കും ഇത് എത്തിച്ചതല്ലോ വളരെയധികം ഞാൻ ഓരോ കോളോടും പറയുന്നുണ്ട്. ഏറ്റവും വലിയത് റീജിയനിലാണ് ഇതിന്റെ അല്ലേ. ഞാൻ തമിഴ് ഭാഷയായിട്ട് റിസ്ക് അവർ എടുത്തിട്ടുണ്ട്. വീട്ടിലിരുന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതെ അതെ അതെ. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ്, നമ്മളെ സജീവം പ്ലേ ചെയ്ത് ആ ബിറ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. അവരോട് ഞാൻ അന്വേഷിക്കട്ടെ, എല്ലാവരും ചോദിക്കട്ടെ കേട്ടോ. ഇവിടെ വേറെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ നമ്മൾ അഭിയേട്ടനൊക്കെ ഉണ്ട്, ഇവിടെ ഞാൻ കൊടുക്കാം. കൊടുക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. അയ്യോ അങ്ങനെ വേണ്ട, അഭിനയിക്കാറില്ലേ? ഞാൻ തെളിയിച്ചോളാം. യു അഭി. അയ്യോ ഉണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ചു, എത്ര നേരം ഇയാൾ ചിരിച്ചുകൊണ്ടേ നിൽക്കണേ മനസ്സിലാവുന്നത്. അയ്യോ, അല്ല തന്നെ മനസ്സിന്ന് വന്ന ചിരിയായിട്ട് ക്ഷീണമില്ല, നമ്മൾ ഉണ്ടാക്കി ചിരിക്കാനുള്ള ക്ഷീണിക്കാം. അല്ല ഓക്കെ. അയ്യോ എനിക്ക് എല്ലാരും മയക്കുന്നവരെ ഒരേ ചിരിച്ച് നമ്മളെ മാർക്ക്. അയ്യോ പിന്നെ സുധേട്ടാ പറയൂ. കാലിന് കുറച്ച് നീരുണ്ടായിരുന്നു, കൈക്ക് ചെറിയ പ്രയാസമുണ്ട്. ഒക്കെ നമ്മുടെ ഈ ജനങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല. നല്ല വട്ടപ്പുറമ്പാണോ? ഇപ്പൊ എവിടെയാ? വട്ടപ്പുറം ഒന്നായിട്ട് കാണാണോ? ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആ ശരി, ഓക്കെ. അവിടെ കൂടി എല്ലാവരോടും ആശംസ പറയണം. പിന്നെ ആശംസയ്ക്ക് ഉപരി നമുക്ക് അന്ന് തന്ന സ്നേഹത്തിനൊക്കെ നന്ദി പറയാം അവരോട്. കാരണം എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു 80-82 മണിക്കൂറിന് അങ്ങോട്ട് ഇവരെല്ലാം വലിച്ചു കൊണ്ടുപോയിട്ട് 102ന്റെ മുകളിൽ ഇട്ടതാന്ന് തോന്നുന്നു വരും അല്ലേ? സ്നേഹം കൊണ്ട് വലിച്ചുകൊണ്ടേ തന്നെ അല്ലേ? ഒരുപാട് ആൾക്കാർക്ക് വിളിക്കാനുണ്ടാവും, നമ്മൾ അവരെ സമയം. അപ്പൊ വിളിച്ചത് സന്തോഷം. ഓക്കെ, എല്ലാവരും ഞാൻ ഉച്ചയ്ക്ക് വട്ടവറം വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വൈകിട്ട് സൂര്യയുടെ പരിപാടി, സൂര്യ പഴഞ്ഞുകൊണ്ട പരിപാടി ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പൊ ഈ കടലുണ്ടിയിലും കോഴിക്കോടും അല്ലാതെ വേറെ എന്തെങ്കിലും പുറത്ത് വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? പ്രോഗ്രാം എന്റെ ഉപജീവനം കൂടിയാണ് ഈ പ്രോഗ്രാം എന്നുള്ളത്. ഈ ഇത്തരം പ്രോഗ്രാം ചെയ്തിട്ടില്ല. നമ്മള് ഗാനമേളകളും ആയിട്ട് പോകുന്നുണ്ട്. കേരളത്തിലോട്ടൊക്കെ കോളറിലേക്ക് പോകാം. ഹലോ ഹലോ, ആരാണ്? സച്ചിൻ പവിത്രൻ, കടലുണ്ടിയിൽ നിന്ന്. ഹലോ മോനെ, എവിടെയാ വീട്? അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ, പറയൂ മോനെ. 5 ദിനരാത്രങ്ങൾ ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ കടലുണ്ടിക്കാർക്ക് സമ്മാനിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. അതിൽ ഞാൻ തിരിച്ച് എങ്ങനെ ഞാൻ പറയുന്നത് എനിക്ക് അറിയില്ല, വാക്കുകളില്ല. കാരണം വെച്ചാല് നമ്മളെ ജനങ്ങളെ സ്നേഹം കൊണ്ടാണ് നമുക്ക് അങ്ങനെ കഴിഞ്ഞത്. അല്ല, ഇവിടെ നമ്മൾ പോയാലും കടലുണ്ടിക്കാരെ മറക്കൂല. കടലുണ്ടിക്കാരാണ് നമ്മളെ എനർജി. നമ്മളിങ്ങനെ ആക്കി തീർക്കുന്നത് കടലുണ്ടിക്കാരുടെ സ്നേഹമാണല്ലോ അല്ലെ? നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കടലുണ്ടിയുടെ പ്രശസ്തി ഇതര ദേശങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ സംഗതി നമ്മളിപ്പോ ഗിന്നസ് ബുക്കിൽ വരെ കടലുണ്ടിന്റെ പേരെത്തി. ഒരിക്കലും നമുക്ക് 57 മണിക്കൂറിൽ എനിക്ക് തോന്നുന്നു നമ്മളെ VR സുധീഷ് പറഞ്ഞൊരു വാക്ക് എനിക്ക് വല്ലാതെ എനർജി കിട്ടി. അദ്ദേഹം പറഞ്ഞു, ചരിത്രം കടലുണ്ടിയിലൂടെ സുധീറിനെ ഓർമ്മിക്കും, ചരിത്രം സുധീറിലൂടെ കടലുണ്ടിയെ ഓർമ്മിക്കും. വലിയൊരു അംഗീകാരമായ വാക്ക്, എനിക്ക് എനർജി കിട്ടിയ വാക്കാണ്. അപ്പൊ അല്ല, വീട്ടിലാണോ ഉള്ളത്? അച്ഛനൊക്കെ ഉണ്ട് അവിടെ? അയ്യോ,
എന്റെ ഒരു ചെറിയൊരു സജഷൻ പറയട്ടെ സുധീറിന്റെ പേരിലല്ലാതെ നമുക്ക് മതമൈത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയാലോ? നമ്മുടെ ലക്ഷ്യം അതല്ലേ? തീർച്ചയായിട്ടും കേട്ടോ. ശരിക്കും നമുക്ക് ആ ഒരു യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാൻസ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടെയുണ്ട് കേട്ടോ. ആരായിരുന്നു? അതെ അതെ ഓക്കെ ഓക്കെ. സച്ചിൻ വിളിച്ചതിന് വളരെ നന്ദി. പ്രോഗ്രാം കാണുന്നുണ്ട് പറഞ്ഞതിന് വളരെ വളരെ സന്തോഷം. എന്റെ സ്പെഷ്യൽ ആയിട്ട് ഹാപ്പി വിഷു. ഓക്കെ മോനെ തിരിച്ചിട്ട് അവിടെ എല്ലാവരോടും പറഞ്ഞിട്ടോ മോനെ. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാം. എവിടെ തറവാട്ടിലാണ്? എവിടെയാ താമസിക്കുക? എവിടെയുള്ളത്? വീട്ടിലാണുള്ളത്? ഹലോ വീട്ടിലാണോ ഉള്ളത് ഇപ്പൊ? ഓക്കെ ഓക്കെ എല്ലാവരോടും അന്വേഷണം പറഞ്ഞു കേട്ടോ. ഓക്കെ സന്തോഷം. വളരെ നന്ദി വിളിച്ചതില്. ഇനി ഒരു തബലയുടെ ആ ഒരു നമ്മൾ പഠിക്കുന്ന ഘട്ടങ്ങൾ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? താളം തുടങ്ങുന്ന താളം നേരത്തെ ഞാൻ പറഞ്ഞു 5-ാം വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ തബല എന്നിൽ അർപ്പിതമായ ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല അതിലേക്ക് ഇറങ്ങിയത്. ഞാൻ 5 വയസ്സിലാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഭജനയ്ക്കൊക്കെ നമ്മൾ അന്ന് ഈ ചെറിയ ടിന്നിലൊക്കെ അമൂലിന്റെ ടിന്നൊക്കെ അതിലൊക്കെ വായിക്കും അങ്ങനെ അവർ പറയുന്നത്. അപ്പോൾ അമ്മച്ചനാണ് ഇതിൻ്റെ ശരിക്കും ആ താളബോധം കണ്ടെടുത്ത് ഇതിലേക്ക് നീക്കിയത്. അപ്പം അന്ന് തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും പിന്നെയും ദൂരം കൂടുകയാണത്. ഞാൻ പ്രാഥമിക പാഠങ്ങളൊക്കെ കടവണ്ടിയിൽ അയ്യപ്പേട്ടനാണ് പറഞ്ഞു തന്നത്. അയ്യപ്പേട്ടൻ്റെ ഏട്ടൻ്റെ മക്കളാണ് സോമേട്ടൻ, ബൈജു. ഇവർ ഞങ്ങൾ ഏഞ്ചൽ മെഡിസിൻ ട്രൂപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരു കൂട്ടായ്മ ചെറുപ്പം മുതലുണ്ട് നമ്മൾ ആർട്ടിസ്റ്റുകളെ. ഇവരൊക്കെ അവരും ആർട്ടിസ്റ്റ് ഫാമിലി. ഗോപിനാഥ മാഷ് അവരിപ്പോൾ ഇല്ല. സുരേന്ദ്രൻ മാഷ് നല്ല കാരികനായിരുന്നു അദ്ദേഹം. സാധാരണ അദ്ദേഹത്തിന് വീട്ടിൽ പോയിട്ട് കാര്യം ഒന്നിച്ചാണ് ശരി പോവാറ്. ഈ പ്രാവശ്യം ഈ തിരക്ക് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അത് വലിയൊരു വിഷമമായിട്ട് നിൽക്കുന്നുണ്ട്. ഒരു കോൾ നോക്കാം. ഹലോ 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 ആ ഉണ്ടല്ലോ. ഹലോ സംസാരിക്കുന്നില്ല. ഹലോ ആരാണ് വിളിക്കുന്നത്? ജോഷി. ഹാപ്പി വിഷു. സുധീറിനോട് സംസാരിച്ചോളൂ. ഹലോ നമസ്കാരം. നമസ്കാരം. എന്നിട്ട് എവിടെയുള്ളത്? വീട്ടിലാണോ ഉള്ളത്? ഈ പ്രോഗ്രാം ലൈവ് കണ്ടുകൊണ്ടിരിക്കല്ലേ? എന്താണ് അഭിപ്രായം? എന്റെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? എന്താണ് അഭിപ്രായം? അതെ അതെ അന്നലാ. ഓ അറിയാലോ എനിക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ. ഉന്മേഷൊക്കെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ശബ്ദത്തിന്റെ ഒക്കെ ക്ലബിന്റെ ബേസിൽ തന്നെ കുറെ ഹെൽപ്പ് നമുക്ക് കിട്ടിയതല്ലേ. ശബ്ദത്തിന്റെ പരിപാടി നമുക്ക് വമ്പൻ വിജയമാക്കും വേണം കേട്ടോ. നമുക്ക് ഇതുവരെയായിട്ട് അതിലേക്ക് ഇറങ്ങണം കേട്ടോ. നല്ലൊരു പരിപാടിയായിട്ട് മാറണത്. ഞാൻ തീർച്ചയായും ഞാൻ കൂടെ. ഞാൻ രാവിലെ മനോജിനെ കണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിൽ വിളിക്കണം. കാരണം നമുക്ക് അവിടെയൊക്കെ കൂട്ടായ്മയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും അത് നല്ലൊരു പരിപാടിയായിട്ട് മാറണം. മനോജിനെ കണ്ടിരുന്നു. ഇന്നലെ ബിജു ഗായകനെയും ഉന്മേഷേട്ടനൊക്കെ ഇന്നലെ കണ്ടാണ്. അസേക്ക കേട്ടോ. അസേക്ക അപ്പോൾ അതിനിടയ്ക്ക് പോവുകയാണ്. ഗൾഫ് പോകുന്നുണ്ടോ അസേക്ക? ആ കേട്ടോ. അപ്പോൾ പ്രോഗ്രാം സമയത്ത് കൂടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഇങ്ങനെ പോണു. ഭക്ഷണമൊക്കെ ആയോ? ഞാൻ അങ്ങനെ മധുരമായ ഭക്ഷണം കഴിച്ചിങ്ങനെ വയറ് നിറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിവിടെ. അല്ല ഇതന്നെ ഭക്ഷണത്തിന് വലിയൊരു ഇതല്ലേ, സന്തോഷമുള്ള കാര്യമില്ല ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ വിളിച്ചതിന് വളരെ നന്ദി. ഹാപ്പി വിഷു. ഓക്കെ ഓക്കെ. ശ്രീ സുധീർ കടലുണ്ടിയുമായിട്ടുള്ള അഭിമുഖം വീണ്ടും തുടരുന്നതാണ്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.